BJP നേതാവ് ശ്രീ PC ജോർജ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ PC ജോർജ്, ഈ മാസപ്പടി കേസ് ഒടുവിൽ എത്തി നിൽക്കുന്നത് എവിടെയാണെന്നുള്ള ചോദ്യം കൂടിയാണ്. കാരണം CMRനെതിരെ ഇപ്പോൾ SFIO നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്ന ഗുരുതരമായ പരാമർശം, ഭീകരപ്രവർത്തനത്തെ അനുകൂലിക്കുന്നവർക്ക് പോലും പണം നൽകി എന്ന സത്യവാങ്മൂലം. ഞാൻ എന്ത് പറയുന്നത്, CMR ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് പല പ്രാവശ്യം പത്രസമ്മേളനം നടത്തിയിട്ടുള്ള ആളായി. ഇത് വലിയൊരു കൊള്ളസംഘമല്ലേ ഇവന്മാര്. ഇവന്മാർ എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? CMR പറഞ്ഞു, അതായത് തീവ്രവാദത്തെ പോലും പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് അവർ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് നിരോധിക്കപ്പെട്ടുള്ള സാധനമല്ലേ ഇത്. SFIO ഒരിക്കലും കളവ് പറയില്ലല്ലോ. SFIOയോടും ഇത് NIAക്ക് തന്നെ കൊടുക്കണമെന്ന് അഭിപ്രായക്കാരനായി, എങ്കിലും കേസാവുള്ളൂ. SFIO വളരെ മാന്യമായി അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ മാത്രം അവർ കഴിയുന്നുള്ളൂ. NIAക്ക് കൊടുത്തവരെ അറസ്റ്റ് ചെയ്ത് എല്ലാத்தைയും വിളിച്ച് അകത്തിടണം, എങ്കിലേ ഇത് ശരിയാവുള്ളൂ എന്റെ ഒരു അഭിപ്രായം. പക്ഷേ കേരളത്തിൽ ഇപ്പൊ നില മൊത്തം പരിശോധിക്കേണ്ടത് എവിടെ പോയി നിൽക്കും നമ്മള്. തീവ്രവാദ പ്രസ്ഥാനം വളർന്നിരിക്കുന്നത് മാത്രമല്ല, തീവ്രവാദികളെ കേന്ദ്രമായി നമ്മളെ കേരളം മാറി. എന്താ പ്രശ്നം? ഇവിടുത്തെ കുഴപ്പം എന്താന്ന് ചോദിച്ചാൽ, ഇവിടെ LDF UDF ഒരേ മനസ്സിന്റെ ഉടമകളാണ്. ഇതിനെ രണ്ടു കൂട്ടും ഒരുമിച്ച് സപ്പോർട്ട് ചെയ്യുക. ഈ റൗഡിസത്തിനും കൊള്ളയ്ക്കും രാജ്യദ്രോഹ കുറ്റത്തിനും പിന്തുണ കൊടുക്കുന്നതിനായിട്ട് ഇവിടുത്തെ ഇടതുപക്ഷവും UDF-ഉം എതിർത്ത് പറയാൻ BJP മാത്രമാണ് ഉള്ളത്. അത് പറഞ്ഞാൽ ഇവിടുത്തെ മാധ്യമങ്ങൾ ഉൾപ്പെടെ LDF UDF ഒരുമിച്ച് നിന്ന് ആക്രമിക്കുക BJP-യെ. പല കാര്യമുണ്ട് ആക്രമിച്ച് എവിടെ പോയി നിൽക്കുന്നിപ്പോ. കാരണം ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരത്തെ പോലും തകർക്കുന്ന നിലയിലേക്ക് CMR ഉൾപ്പെടെയുള്ള സംഘടന നീങ്ങുക എന്ന് പറഞ്ഞാൽ എന്തൊരു പാർട്ടി. ഇവരെയൊക്കെ പിടിച്ച് അകത്താണ് നടപടി സ്വീകരിക്കണ്ടേ. ഏതായാലും പിണറായി വിജയൻ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ചില മാറ്റങ്ങളുണ്ട്. ഈ തീവ്രവാദത്തെ പറ്റിയൊക്കെ ബോധ്യമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. SFIക്കാരുടെ അടി മഴക്കും പാർട്ടി സമ്മേളനം നടന്നിടത്ത് എല്ലായിടത്തും അടി ഉണ്ടായില്ല. കാരണം പഴയ കമ്മ്യൂണിസ്റ്റുകാർക്ക് സമ്മതിക്കാൻ പറ്റുന്നില്ല തീവ്രവാദവും കൊള്ളയും അഴിമതിയും. അവരിതുമായിട്ട് തർക്കത്തിലാണ്. CPM-നകത്ത് പ്രാദേശികമായി എല്ലാ മേഖലയിലും സംഘർഷമായി. അത് പിണറായി വിജയനെ ഒരു പോലെ ചിഹ്നം ഇടയാക്കിയിട്ടുണ്ടെന്നാണ് വിചാരം. അങ്ങേക്ക് അത്ര നന്നായി നമുക്ക് നോക്കാം. ഏതായാലും ഒരു തെരഞ്ഞെടുപ്പിന് ശേഷമല്ലാതെ ഒരു പുതിയ സെറ്റപ്പ് ഉണ്ടാകാതെ ഈ കേരളം രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇത് കേരളം മാത്രമല്ല, തമിഴ്നാടും കേരളവും കർണാടകവും ആന്ധ്ര, ഈ 4 സംസ്ഥാനങ്ങൾ പ്രത്യേകമായ ഒരു രാജ്യമാണെന്ന നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെ മുഖ്യമന്ത്രിമാർ ഇവരെല്ലാവരും തമ്മിൽ കൂടെ ആലോചനയും ചർച്ചകളും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ബാക്കി എല്ലാ സംസ്ഥാനവും BJP-യുടെ കയ്യിലുമാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച്, ഇത് വളരെ അപകടകരമായ പോക്കല്ലേ. അത് കേന്ദ്ര ഗവൺമെന്റ് അല്പം, ഞാൻ പറയുകയാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് അല്പം സ്ട്രോങ് സ്റ്റാൻഡ് സ്വീകരിക്കണം അഭിപ്രായക്കാരന്. അത് സ്വല്പം ലീനിയൻസി യുവമാരുടെ പോട്ടെ മുഖ്യമന്ത്രിമാരല്ലേ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അത് മുഴുവൻ നമുക്ക് നഷ്ടമാവും. തമിഴ്നാട്ടിലെ പ്രശ്നം എന്താ? തമിഴ്നാട്ടില് ഇന്ത്യ കൊലപാതകം തീർന്നേക്കും. അതുകൊണ്ട് പേടിച്ചിട്ടാരും മിണ്ടുകല. അവിടെ ഇപ്പോ വന്ന് നമ്മുടെ മുല്ലപ്പെരിയാറിന്റെ കയറി പിടിച്ചിരിക്കല്ലേ. 152 പറയുന്നത് മുല്ലപ്പെരിയാർ. ആരാ? തമിഴ്നാട് മുഖ്യമന്ത്രി പറയുന്നത് ഓർക്കണം. ഇവിടെ വന്ന് സ്നേഹമായിട്ട് വൈക്കത്ത് വന്ന് വർത്തമാനം സ്നേഹം പറഞ്ഞ് കെട്ടിപ്പിടിച്ചാ പറയുന്നത്, ഇവിടെ ഞാൻ തന്നെ വെള്ളത്തിൽ മുക്കാൻ പോകുന്ന നേരെ ക്ലിയർ ആയിട്ട് പറയുക. 152 അടി, 136 അടി പോലും അപകടം റിപ്പോർട്ട് കിടക്കുന്ന സമയമാണ്. സെൻട്രൽ വാട്ടർ കമ്മീഷൻ 136 പറഞ്ഞുകൊണ്ട് നമ്മൾ സമ്മതിക്കുന്നത്. അവർ 142 വരെ അപകടം ഇല്ലെന്ന് പറഞ്ഞിട്ട് വെച്ചോണ്ടിരിക്കുന്നത്. നമ്മൾ സുപ്രീം കോടതി കിടക്കുക. എങ്കിലും ഞാൻ പറയുക, അത് 152 വെള്ളം തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് എന്താ അവകാശം? ഇതൊക്കെ എതിർക്കാൻ കഴിയില്ലാത്ത രീതിയിൽ ഇത് ഒരു അടിമ മനസ്ഥിതിയിലേക്ക് പോകുന്നു കേരളം. നമുക്ക് ഉണർന്ന് എഴുന്നേറ്റ് മതിയാവൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. CMR ഉൾപ്പെടെയുള്ള മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി ശക്തമായ ഇടപെടൽ നടത്തണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. വളരെ നന്ദി ശ്രീ PC ജോർജ് പ്രതികരിച്ചതിന്.